ചേലക്കരയിലും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ചെറിയൊരു ശതമാനം പോളിങ്ങിൻ്റെ കുറവ് വന്നത് ക്രൈസ്തവ കേന്ദ്രങ്ങളിലാണ് എന്നുള്ളത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉളവാക്കുന്ന ഒരു പോളിംഗ് ആണ്, ഒരു തെരഞ്ഞെടുപ്പാണ്. ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വ്യാപകമായ തോതിലുള്ള സാമുദായിക ധ്രുവീകരണത്തിന് വർഗീയ ശക്തികളെ ഇറക്കി UDFും LDFും പ്രചാരണം ആരംഭിച്ചിരിക്കുക. പലയിടങ്ങളിലും UDF നേതാക്കൾ ചെന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, കള്ളപ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുക. പതിവ് പോലെ വർഗീയ രാഷ്ട്രീയം കളിക്കാനാണ് UDF പരിശ്രമിക്കുന്നത്. LDF അതിന് അരുനിൽക്കുകയാണ്. കള്ളപ്രചരണങ്ങൾ വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ LDFും UDFും ഈ പാലക്കാട് പ്രയോഗിക്കുകയാണ്. വ്യാപകമായ തോതിൽ അധികാരവും പണവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് UDFും LDFും നടത്തുന്നത്. പുറമേക്ക് പരസ്പരം മത്സരിക്കുകയാണെങ്കിലും അകത്ത് രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് UDFും LDFും പ്രവർത്തിക്കുന്നത്. ജനങ്ങൾ നിരാകരിച്ച മുന്നണികളെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ, വിജയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചട്ടലംഘനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDFിൻ്റെ നേതാക്കന്മാരെല്ലാവരും ആരാധനാലയങ്ങൾ തോറും നടന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. LDF ആവട്ടെ സർക്കാർ മിഷനറി ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. മന്ത്രിമാർ ആളുകളുടെ വീടുകളിൽ ചെന്ന് വലിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. പാലക്കാട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ UDFും LDFും അതിനെ തടയിടാൻ പെരുമാറ്റച്ചട്ടങ്ങൾ തന്നെ ലംഘിക്കുകയാണ്. വ്യാപകമായ തോതിലുള്ള തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിന് UDFും LDFും പരിശ്രമിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെയും LDFിൻ്റെയും നേതൃത്വത്തെ ജനങ്ങൾ അവരുടെ വിശ്വാസം നഷ്ടമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ഈ പ്രചാരവേലയുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നത്. UDF LDFിൻ്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കാനോ അതിനെ ചെറുക്കാനോ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ വിഷയത്തിൽ അടിയന്തരമായി ഒരു നടപടി വേണമെന്നാവശ്യപ്പെടാൻ അവർ മടി കാണിക്കുക. പ്രശ്നങ്ങൾ വഷളാക്കുന്ന രീതിയിലാണ് LDF ഗവൺമെൻറ് പെരുമാറുന്നത്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അത് ഉപകരിക്കുമെന്ന് മനസ്സിലാക്കി UDF അതിനോട് മൃദു സമീപനമാണ് കാണിക്കുന്നത്. മുനമ്പത്തെയും മാനന്തവാടിയിലെയും അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നോട്ടീസ് വന്ന ഇടങ്ങളിൽ അടിയന്തരമായി ഇടപെടാൻ UDFോ LDFോ തയ്യാറാവുന്നില്ല. വഖഫ് ബോർഡിൻ്റെ വിഷയം ഒരു സാമുദായിക വിഷയമായി നിലനിർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്കിന് അത് സഹായകരമാകും. പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള മണ്ഡലത്തിൽ നേരത്തെ പരീക്ഷിച്ച് UDF നടപ്പാക്കിയ തന്ത്രം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും എന്നുള്ള ഒരു നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ശരിയായ നിലയിൽ കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസനം ചർച്ച ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് NDA മാത്രമാണ്. പാലക്കാട്ടെ നെൽകർഷകരുടെ കാര്യത്തിൽ LDFിനും UDFിനും സമാനമായ നിലപാടാണ്. അവർ കർഷകരെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ചർച്ചയാവാതിരിക്കാൻ ഇരു മുന്നണികളും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്.